ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ മാസ്ട്രോണ് വണ്ടിക്ക് പറഞ്ഞിരിക്കുന്ന വർക്കുകൾ ഒന്ന് ബ്രേക്കിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, സെൽഫ് സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ എഞ്ചിൻ ഓയിൽ, ഫിൽറ്റർ ക്ലീനിങ്, അതൊക്കെയാണ് പറഞ്ഞത് മെയിനായിട്ട്. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈനറൊക്കെ മാക്സിമം അഡ്ജസ്റ്റിങ്, ഇതാണ് അതിൻ്റെ ശരിക്കും മാർക്കിങ്. അതിനോട് ചേർന്ന് നിൽക്കുകയാണ് ലൈനർ അഡ്ജസ്റ്റ് ചെയ്ത് പരമാവധിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാറ്റിയാലാണ് ബ്രേക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറണുണ്ട്. അതേപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാൽ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല, ഒന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ വേറൊരു പ്രോബ്ലം ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററാണ്. എയർ ഫിൽറ്റർ ശരിക്കും പൊടി പിടിച്ച് നല്ല രീതിയിൽ ബ്ലോക്കാണ് കേട്ടോ. അപ്പോൾ അതൊന്നും മാറ്റിയിടാണെങ്കിൽ അത് നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ എയർ ബ്ലോക്കായിട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പെട്രോൾ കൺസംഷൻ കൂടുതലായിരിക്കും, പെട്രോൾ ചിലവ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ അത് മാറേണ്ട പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 കിലോമീറ്ററൊക്കെയാണ്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് നമ്മൾ ഗ്രീസ് ചെയ്ത് കയറ്റുന്നുണ്ട്, ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് ബ്രേക്കും കുറവായിരുന്നു, പക്ഷേ ഫ്രണ്ട് ബ്രേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നുണ്ട്, വേറെ കുഴപ്പമില്ല. പിന്നെ സെൽഫ് സ്റ്റാർട്ടിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞില്ല, ഇടയ്ക്ക് സെൽഫ് എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇതുമ്പോൾ ഇരിക്കണ ബാറ്ററി എന്ന് പറഞ്ഞാൽ 2020 മോഡൽ ആമറോണിൻ്റെ ബാറ്ററി ഇരിക്കണേ. അപ്പോൾ ഞാനതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ബാറ്ററിയുടെ ഒരു ടെസ്റ്റ് റിപ്പോർട്ട് കൂടി തരാം കേട്ടോ. ഇപ്പോൾ നിലവിൽ അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.97 ആ റേഞ്ചൊക്കെ കിട്ടുന്നുണ്ട്. വോൾട്ട് ബേസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്കയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബാറ്ററിയുടെ കറക്റ്റ് സ്റ്റാറ്റസ് ഇതിനകത്ത് അറിയാനായിട്ട് പറ്റും. ഇവിടെ നോക്കുമ്പോൾ സെൽ ഡാമേജ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വോൾട്ടൊക്കെ കറക്റ്റായിട്ട് നിൽക്കുന്ന വോൾട്ട് ഉണ്ടെങ്കിൽ പോലും ചില സമയങ്ങളിലായിരിക്കും ബാറ്ററി ബാക്കപ്പ് നഷ്ടപ്പെടുക, അതായത് ആംപിയർ കുറഞ്ഞു പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ചില സമയങ്ങളിൽ സെൽഫ് എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് വരാം. ഇത് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാവുന്നേ ഉള്ളൂ. ഈ ജസ്റ്റ് കാലത്തൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊന്ന് ജസ്റ്റ് കിക്കറൊന്ന് അനക്കി വിട്ട് കഴിഞ്ഞാൽ അപ്പോൾ അത്രയും ലോഡ് കുറച്ചിരിക്കും. അത് കഴിഞ്ഞ് അതിന് ശേഷം നമുക്ക് സെൽഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഇല്ലാണ്ട് നമുക്ക് ഓടിക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ വേണമെങ്കിൽ ആ രീതിയിൽ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് സെൽഫ് റെഡി ആക്കാനായിട്ട് ഇപ്പോൾ 2020 ബാറ്ററി എന്ന് പറയുമ്പോൾ 4 വർഷം പഴക്കം എന്തായാലും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാറ്ററി മാറ്റി പുതിയ ബാറ്ററി വയ്ക്കുകയാണെങ്കിൽ പിന്നീട് ആ പ്രോബ്ലം ഉണ്ടാവില്ല. അതല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഈ പ്രശ്നം കാണിക്കും കേട്ടോ. പിന്നെ അതേപോലെ ഈ പറഞ്ഞ എഞ്ചിൻ ഓയിലിൻ്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അത്രയും ഭാഗങ്ങൾ, അപ്പോൾ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ, എയർ ഫിൽറ്റർ, എഞ്ചിൻ ഓയിൽ, അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്കൊന്നും ഇടാം. അപ്പോൾ അതേപോലെ ബാറ്ററിയുടെ കേസ് ഒന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം ഒന്ന് പറയണം, കാരണം അത് നമ്മൾ എസ്റ്റിമേറ്റിൽ പെടുത്തുന്നില്ല. ബാറ്ററിക്ക് ഏകദേശം നമുക്കൊരു 1300 ചില്ലാൻ രൂപ, 1360 അങ്ങനെ എന്താണ് റേറ്റ് വരാം. പിന്നെ പഴയ ബാറ്ററി ആയിട്ടൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള റേറ്റ് കുറവുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, ബാറ്ററിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസൊക്കെ നമ്മുടെ കാറ്റലോഗിൽ കൃത്യമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കാറ്റലോഗ് ഇട്ടേക്കാം. അപ്പോൾ അതൊന്ന് കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ റേറ്റും കാര്യങ്ങളും, അതേപോലെ ബാറ്ററിയുടെ മാത്രമല്ല വണ്ടിയുടെ മെയിൻ്റനൻസുമായി സംബന്ധപ്പെട്ട എല്ലാ ഒരുവിധ റേറ്റുകൾ അറിയാനായിട്ട് പറ്റും. അതേപോലെ തന്നെ പാർട്സുകളുടെ റേറ്റ് ഏകദേശം നമുക്ക് അറിയാനായിട്ട് പറ്റും. സ്പെഷ്യൽ സർവീസുകളെ കുറിച്ച് അറിയാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ അതൊന്ന് കാറ്റലോഗ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ നിലവിൽ ഇത്രയും ഭാഗം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്കൊന്ന് ഞാൻ സെൻഡ് ചെയ്തിടാം കേട്ടോ.